അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്ന് നമ്മൾ മദീന ഹറമിന്റെ അടുത്ത് റീസെന്റ് ഓപ്പൺ ആയ അസഫിയ മ്യൂസിയം ആൻഡ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹറമിന്റെ ബേസ്മെന്റിൽ വണ്ടി പാർക്ക് ചെയ്ത് ഹറമിലെത്തി. ഹറമിൽ നിന്ന് ളുഹർ നിസ്കരിച്ച് നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് റൗള ഷെരീഫിന് നേരെ ഓപ്പോസിറ്റുള്ള 303-ാമത്തെ ഗേറ്റിൽ നമ്മൾ പുറത്തിറങ്ങണം. ഈ ഗേറ്റിലൂടെ നമ്മൾ പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സംസം പുൾമാൻ ഹോട്ടൽ കാണാൻ പറ്റും. അതിന്റെ തൊട്ട് പുറകിലുള്ള ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ പോകുന്ന അസഫിയ മ്യൂസിയം ആൻഡ് പാർക്ക്. അങ്ങനെ നമ്മൾ അസഫിയ മ്യൂസിയം ആൻഡ് പാർക്ക് ബിൽഡിങ്ങിന്റെ താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് കൗണ്ടർ അന്വേഷിച്ച് കുറച്ച് നടന്നു. അവസാനം ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിച്ചു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. നോർമലി 30 റിയാലാണ് ടിക്കറ്റ് റേറ്റ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 20 റിയാൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൗണ്ടർ തെറ്റാണെന്നില്ല. സംസം പുൾമാൻ ഹോട്ടലിന്റെ ഡയറക്റ്റ് ബാക്ക് സൈഡ് തന്നെ, എങ്ങും തെറ്റാണെന്നില്ല. പക്ഷെ നമുക്ക് അറിയാത്തത് കൊണ്ട് ഒന്ന് വട്ടം കറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ആയി അവർ പറഞ്ഞ രീതിയിൽ താഴെ ഇറങ്ങി റിസപ്ഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, മംനു, നോട്ട് അലൗഡ് ആണ്. ഈ വീഡിയോസ് തന്നെ നമ്മുടെ ഈ ഗൈഡിന്റെ പെർമിഷനോട് കൂടെ എടുത്ത വീഡിയോസ് ആണ്. സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇസ്ലാമിക ചരിത്രം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരും. നല്ലൊരു വിഷ്വൽ വിരുന്നാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കയറി ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അറിയാലോ, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിവേസ്, ഇത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സംഭവം അടിപൊളിയാണ്. ഹറമിൽ വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. വളരെ അടുത്താണ്.